അപ്പോൾ ഓരോരോ പത്രങ്ങളെയും ഇഴകീറി പരിശോധിക്കാൻ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ എന്നെ കേട്ടില്ലെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ആദ്യം കേട്ടിരുന്നില്ല, കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് സേതു. വിഷു കഴിഞ്ഞ് വന്നല്ലേ? അതെ, വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു ദിനം വിഷു നന്നായിരുന്നു. പക്ഷെ വിഷു ഫലം അത്ര മോശമാണ്, അത്ര നല്ലതല്ലെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഞാൻ തുടങ്ങട്ടെ. എന്തോ ഇന്നലെ നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതലും മുനമ്പവും അതുപോലെ കണ്ണൂരിന്റെ പുതിയ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തത്. പത്രങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? പത്രങ്ങളിൽ കുറച്ച് മാറ്റമുണ്ട്, ഞാനത് പറഞ്ഞു പോവാം. ഓക്കെ. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലും സോണിയയും ഇടിക്കുരുക്കിൽ, അതായത് കുറ്റപത്രം വരെ വന്നു കഴിഞ്ഞു. എല്ലാ പത്രങ്ങളും പ്രധാന വാർത്ത ആക്കിയിട്ടുണ്ട്. വലിയ വാർത്ത തന്നെയാണത്. അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് വദ്ര ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നതും വലിയ വാർത്ത തന്നെയാണ്. പക്ഷേ പ്രസ് സ്റ്റോപ്പ് പോകുന്നത് മറ്റു ചില വാർത്തകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ കൂടിയാണ്. അതായത് നമുക്കറിയാം, നോബൽ സാഹിത്യ പുരസ്കാര ജേതാവും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ മഹാപ്രതിഭയൊക്കെയാണ് മരിയോ വർഗാസ് യോസെ. അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. വേറിട്ട ആഖ്യാന ശൈലിയിലൂടെ സ്വേച്ഛാധിപത്യം പിടിമുറുക്കിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ജനാധിപത്യത്തിനായി ശബ്ദമുയർത്തിയ സാഹിത്യകാരൻ നിലയിൽ മലയാളിക്കും, കാരണം മലയാളി ലാറ്റിൻ അമേരിക്കയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലയാളിക്കേറെ ഹൃദയബന്ധമുള്ള സാഹിത്യകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഒന്നാം പേജിൽ മാത്രമല്ല, മനോരമയും ഒക്കെ എഡിറ്റ് പേജിലേക്കും കൂടി അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ മഹാപ്രതിഭ മരിയോ വർഗസ് യോസെ അന്തരിച്ചു എന്നതാണ്. അത് കുറച്ചും കൂടി സാഹിത്യം മാത്രമല്ല, കുറച്ചും കൂടി ബൗദ്ധിക സൈദ്ധാന്തിക രൂപത്തിലൊക്കെയാണ് മനോരമ അതിനെ എഴുതിയിട്ടുള്ളത്. ബൗദ്ധിക പ്രകാശം നിറഞ്ഞ കാവ്യ സാന്ദ്ര ശൈലിയിലൂടെ ലോകമെങ്ങും വായനക്കാരെ നേടിയ പെറുവിലെ എഴുത്തുകാരൻ മരിയോ വർഗസ് യോസെ അന്തരിച്ചു. അതങ്ങനെ മനോരമ മാതൃഭൂമി ഇനിയില്ല യോസെ എന്ന രൂപത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ദീപസ്തംഭങ്ങളിൽ ഒന്നുകൂടി അണഞ്ഞു. അങ്ങനെ ആ രൂപത്തിൽ എല്ലാ പത്രങ്ങളും 8-ാം പേജിലേക്ക് പോകുമ്പോൾ മാതൃഭൂമി 8-ാം പേജിലും മനോരമയുടെയും 8-ാം പേജിൽ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക എന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോവുകയാണ്. യോസെ മറക്കുന്നില്ല. യോസെ നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട വലിയ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് എല്ലാ കാലത്തും എഴുത്തുകൊണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, മുനമ്പം ഭൂമി. അത് പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രസ് സ്റ്റോപ്പ് നോക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നം ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമിയൊക്കെ തിരികെ ലഭിക്കുമെന്നാണ് പാർലമെൻറ്റിൽ അന്ന് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ മന്ത്രി കിരൺ റിജു പറഞ്ഞത്. പക്ഷേ റിജു കേരളത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പത്രങ്ങൾ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാം. വഖഫ് ബിൽ പരിഹാരമല്ലെന്നാണ് റിജു പറയുന്നത്. അതായത് ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം നിലപാട് മാറ്റുന്നത്. മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരും. അതായത് ബില്ല് വന്നതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. ഈ മുനമ്പം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇതേ റിജുവും നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും നമ്മുടെ മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും ഒക്കെ പാർലമെൻറ്റിൽ ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ ദിവസം ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു പോകുമ്പോൾ, റിജു കേരളത്തിൽ വന്നു പോകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ പ്രഖ്യാപനം ഉണ്ടായില്ലെന്നാണ് സമരസമിതിയുടെ പ്രതികരണം. എന്തായാലും എല്ലാ പത്രങ്ങളും ദേശാഭിമാനി ഒടുവിൽ കേന്ദ്രം സമ്മതിച്ചു, ഭേദഗതി പരിഹാരമല്ല, അതായത് ഈ ബില്ലിൻ്റെ ഭേദഗതി പരിഹാരമല്ല എന്ന രൂപത്തിലാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് മാധ്യമത്തിലേക്ക് പോയാൽ മാധ്യമം കുറച്ചും കൂടി കടുപ്പിക്കുന്നുണ്ട്. അത് മുനമ്പത്തിൽ മലക്കം മറിഞ്ഞ കേന്ദ്രം എന്നുള്ളതാണ്. മുനമ്പത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു മുനമ്പുമായി ബന്ധപ്പെട്ട്. ഈ വഖഫ് നിയമ ഭേദഗതി മാത്രം പോരാ, നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു പറഞ്ഞതായിട്ടാണ്. എല്ലാ പത്രങ്ങളും ആ രൂപത്തിൽ തന്നെയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ദീപിക അത് 3-ാം പേജിലേക്ക് മാറ്റുന്നു. ദീപിക 1-ാം പേജിൽ 2 വലിയ മരണ വാർത്തകളാണ്. വഖഫ് ട്രൈബ്യൂണൽ ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യാം, അതാണ് ദീപികയുടെ 1-ാം പേജ് ഹെഡിങ്. അതായത് അത് മന്ത്രി റിജു പറഞ്ഞതായിട്ട് തന്നെയാണ്. ആ ട്രൈബ്യൂണൽ ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത്. പക്ഷേ മാതൃഭൂമി ആ വാർത്ത, അതാണ് ഞാൻ പത്രങ്ങൾ എങ്ങനെ ഈ വാർത്തകളെ കൈകാര്യം ചെയ്തു എന്ന് പറയാമെന്ന് ആദ്യം പറഞ്ഞത്. മാതൃഭൂമി ഈ വാർത്ത 1-ാം പേജില്ല, പകരം ഒരു ചിത്രമാണ്. അദ്ദേഹം ഒരു തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര പന്തൽ സന്ദർശിച്ച റിജു 90 വയസ്സുള്ള മഹദിയുടെ കരം കവരുന്നു എന്ന രൂപത്തിൽ ഒരു ഫോട്ടോ മാത്രമാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. പകരം മാതൃഭൂമി 2-ാം പേജിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാർത്ത വളരെ വലുതാണ്. 2-ാം പേജ് ഏതാണ്ട് മുഴുവനായി അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ വഖഫ് ബിൽ അതിന് പരിഹാരമല്ല, ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാരമല്ല എന്ന് മന്ത്രി പറഞ്ഞതായിട്ട് എവിടെയുമില്ല. നിയമ പോരാട്ടം തുടരേണ്ടി വരും, അതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ കണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. അപ്പോഴും ബിൽ ഇതിന് പരിഹാരമല്ല എന്ന കാര്യത്തെക്കുറിച്ച് മാതൃഭൂമി പറയുന്നില്ല. മുനമ്പം ജനതയ്ക്ക് സ്വത്താവകാശം തിരികെ ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ്
ഈ മുനമ്പമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്രങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഈ മാതൃഭൂമിക്ക് മാത്രമാണത് ഈ വാർത്ത ഒന്നാം പേജിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് എന്ന് പറയാനാണ് ഇത്രയും വിശദീകരിച്ചത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയാൽ ഈ മാതൃഭൂമിയുടെയും മനോരമയുടെ 11-ാം പേജിലേക്ക് ആ വാർത്ത വളരെ വിശദമായിട്ടുണ്ട്. അതൊരു സുപ്രധാനമായ വാർത്തയാണ്. അതായത് ശിശുക്കളെ കടത്തിയാൽ, ഈ കുട്ടികളെ ആശുപത്രികളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന വാർത്ത ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. ഏറ്റവും അവസാനം വന്നത് എൻ്റെ ഓർമ്മയിൽ അട്ടപ്പാടിയിൽ 3 ദിവസം മുമ്പാണ്. അട്ടപ്പാടിയിൽ ഹോസ്പിറ്റലിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ, നവജാത ശിശുവിനെ കടത്തിക്കൊണ്ട് പോകുന്നു. പിന്നീട് പോലീസ് വേഗം പിടിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടൊരു സംഗതി തന്നെയാണ്. ശിശുക്കളെ കടത്തിയാൽ ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കണം. അത് സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും ഹൈക്കോടതികൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും സുപ്രീം കോടതി വളരെ വിശദമായി, അതൊരു വലിയ ഉത്തരവ് തന്നെയാണ്. ആ വാർത്ത എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അത് 6-ാം പേജിൽ നൽകിയിട്ടുണ്ട്, ദീപികയും ആ വാർത്ത മനോഹരമായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തു വായിച്ചത് മനോരമയിൽ നിന്നുള്ള വാർത്തയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലല്ല അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മറ്റ് സംസ്ഥാനങ്ങൾ. നമുക്കറിയാം ഈ കുട്ടികളെ കടത്തൊക്കെയുള്ള വലിയ രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ അത് വലിയ ബാധകമാണ്. മാതൃഭൂമി 6-ാം പേജിൽ നവജാത ശിശു മോഷ്ടിക്കപ്പെട്ടാൽ ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും. മറ്റൊന്ന്, മാതൃഭൂമിയുടെ ഒന്ന് ഉൾപേജുകളിൽ വളരെ വിശദമായ മനോഹരമായ വലിയ വാർത്തകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അന്ന് അത് ദേശാഭിമാനി മാത്രമായിരുന്നു നൽകിയിരുന്നത്, ദേശാഭിമാനിയും എക്സ്പ്രസ് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ഇന്നിപ്പോൾ അത് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ. മാതൃഭൂമിയുടെ 9-ാം പേജിൽ അലഹാബാദ് ഹൈക്കോടതി, നമുക്കറിയാം അലഹാബാദ് ഹൈക്കോടതി വളരെ വിവാദമായ വിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോടതിയാണ്. ആ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയത് ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകവേ അതിജീവിത ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു. അതായത് ബലാത്സംഗം നേരിട്ട പെൺകുട്ടി ആ ബലാത്സംഗം നേരിട്ട് ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് ഈ കോടതി പറഞ്ഞിരുന്നത്. ആ കോടതി പരാമർശത്തെ സുപ്രീം കോടതി വിമർശിച്ചൊരു വാർത്ത ഇന്ന് മാതൃഭൂമി 9-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി മാത്രമല്ല, മനോരമ 7-ാം പേജിലും എക്സ്പ്രസ് 1-ാം പേജിലും ആ വാർത്ത നൽകിയിട്ടുണ്ട്. എക്സ്പ്രസ് 1-ാം പേജിൽ വളരെ വിശദമായി തന്നെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ പത്രങ്ങൾ ആ നിലപാട് തിരുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കാത്തൊരു വാർത്ത വീണ്ടും കൊടുത്ത് അതിലേക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് CPM-നെ കുറിച്ചാണ്. CPM നമുക്കറിയാം, CPM എല്ലാ കാലത്തും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ CPM-ന് നിറഞ്ഞു നിൽക്കുന്ന വാർത്തയെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊന്നാണ്. MV ജയരാജൻ, അതായത് ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് KK രാഗേഷിനെ തീരുമാനിക്കുന്നു. MV ജയരാജൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി മെമ്പറാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിച്ചെത്തുമോ? മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമോ എന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. അവിടെ തിരിച്ചെത്തുമ്പോൾ എന്നുള്ളതല്ല, KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ആ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയ ഒരാളെ അനുമോദിച്ചുകൊണ്ട് ഒരു അനുമോദന സന്ദേശം ഒരു IAS ഉദ്യോഗസ്ഥ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ വാർത്തയായി നമുക്ക് പറയേണ്ടത്. ഒരു IAS ഉദ്യോഗസ്ഥ CPM-ൻ്റെ ഒരു നേതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് നൽകുന്നു. അതായത് MV ജയരാജൻ്റെ അതേ വഴിയിൽ രാഗേഷ് എന്നുള്ളതാണ് വാർത്ത, കേരളമുദ്ര വാർത്ത. പക്ഷേ ആ വാർത്തയ്ക്കുള്ളിൽ ഇങ്ങനെയാണ്: പുകഴ്ത്തി ദിവ്യ S. അയ്യർ. അതായത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ അഭിനന്ദിച്ച് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും വിഴിഞ്ഞം സീപോർട്ട് MD-യുമായ ദിവ്യ S. അയ്യർ. കർണന് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് KKR-ൻ്റെ കവചമെന്ന്, അതായത് വളരെ വിശദമായി KKR-നെ KK രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അത്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥ ഒരു CPM ജില്ലാ സെക്രട്ടറിയെ വളരെ കാര്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പോസ്റ്റൊക്കെ ഇടുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒന്നും കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കും. എന്തായാലും KK രാഗേഷിന് സന്തോഷിക്കാം ഈ വാർത്ത കണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാൽ, അതായത് മാതൃഭൂമി നേരത്തെ നമ്മൾ പറഞ്ഞാണ് 6-ാം പേജിൽ അത്തരം ചില വാർത്തകൾ, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില വാർത്തകൾ നൽകി പോകുന്നുണ്ട്. ആ വാർത്തകളിലൊന്ന്, ഈ കേരളത്തിൽ നിരാലംബർ എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തവർ, അവരെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത സംസ്ഥാനം കേരളമാണ്. അതൊരു ശ്രദ്ധേയമായ വാർത്തയായി തോന്നി, പറഞ്ഞു പോകണമെന്ന് തോന്നി. കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത് 800-ഓളം പേരെയാണ് കേരളം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ചികിത്സ പൂർത്തിയായിട്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന നിരാലംബരെ ഏറ്റെടുത്ത് സാമൂഹ്യ കേരളം. കഴിഞ്ഞ വർഷം 800-ഓളം പേരെയാണ് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുത്തത്. കേരളമാണ് ഇക്കാര്യത്തിൽ വളരെ മുന്നിലുള്ളത്. അതൊരു പക്ഷേ നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയായതുകൊണ്ട് മാതൃഭൂമി മാത്രമാണ് ആ വാർത്ത നൽകിയത്. എന്തുകൊണ്ടും അതും കൂടി പറഞ്ഞു പോകുന്നു. മറ്റൊന്ന്, കേരളകൗമുദി അവരുടെ 1-ാം പേജിൽ നൽകിയ മറ്റാരും ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയ വാർത്തയാണ്. ഞാൻ പത്രങ്ങൾക്ക് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ നോക്കി, പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ എവിടെയും കണ്ടില്ല. നമുക്കറിയാം, ജാർഖണ്ഡിൽ വന്ന ദമ്പതികൾ കൊച്ചിയിൽ ഒരു കുട്ടിയെ, നവജാത ശിശുവിനെ ഉപേക്ഷിച്ച് പോയൊരു സംഭവം. അവൾക്ക് കേരളം നിധി എന്ന് പേരിട്ടു. കേരളം ആ കുട്ടിയെ ഏറ്റെടുത്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നൊരു പരിപാടി, ആ പരിപാടിയിൽ കൊച്ചിയിൽ നടന്ന
അഖിലേന്ത്യാ പോലീസ് ബാഡ്മിൻ്റൺ അത് കളിക്കാനെത്തിയ ജാർഖണ്ഡ് പോലീസ് ഉദ്യോഗസ്ഥരുമായി കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സംസാരിച്ചു. അപ്പോൾ ജാർഖണ്ഡുകാർ പറയുന്നു അവൾ ഞങ്ങൾക്കും നിധിയാണ്. ആ വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ നിയമപ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ലായിരുന്നു. അവൾ ഞങ്ങൾക്ക് നിധി തന്നെയാണ്, താങ്ങാനാകാത്ത ആശുപത്രി ബില്ലും കുഞ്ഞു രക്ഷപ്പെടില്ലെന്ന ചിന്തയും കാരണമാണ് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നൊരു വിശദീകരണം കൂടി അവർ പറഞ്ഞതായിട്ട് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അവൾ കേരളത്തിന് നിധി തന്നെയാണ്. കേരള കൗമുദി മാത്രമാണ് ഈ വാർത്ത 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ വാർത്തകളുള്ളൊരു ദിവസമായിരുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞു പോകേണ്ടത് ഇ ഡിയുടെ വിഷയം തന്നെയാണ്. അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ കേസിൽ പ്രതിയായി അല്ലെങ്കിൽ കുറ്റപത്രത്തിലേക്ക് പോകുന്നു. അതുമാത്രമല്ല റോബർട്ട് വദ്ര ഈ കേസിലേക്ക് വരുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അതുമാത്രമല്ല മാതൃഭൂമി 1-ാം പേജിൽ CMRL കേസിൽ കുറ്റപത്രം ഇ ഡിക്ക് കൈമാറും വീണ വിജയൻ്റെ കേസ്, അതും കൂടി പറഞ്ഞു. ഞാനത് പറഞ്ഞില്ല, പക്ഷേ എന്തായാലും ഞാൻ പറയേണ്ട ചില ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇ ഡി കേസ് പറയാതെ പോയത്. എന്തായാലും പ്രസ് സ്റ്റോപ്പ് അവസാനിക്കുകയാണ് സേതു ഇന്ന്. ശരി ശ്രീജിത്ത് ബാലകൃഷ്ണൻ. അപ്പോൾ നമുക്ക് നാളെ പ്രസ് സ്റ്റോപ്പോട് വീണ്ടും കണ്ടുമുട്ടാം.